എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതം വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം പണം തന്നെയാണ്. അല്ലേ? അതിന് യാതൊരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതൊക്കെ ഈ ഒരു പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് പലപ്പോഴും പലതരത്തിലുള്ള അനാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പണം ചിലവായി പോവാറുണ്ട്. അല്ലെങ്കിൽ വിചാരിച്ച മാതിരി നമുക്ക് പണം കിട്ടിയെന്ന് വരില്ല. ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും, എന്തൊക്കെ പറഞ്ഞാലും പണം സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ടാവും. അല്ലെങ്കിൽ കടം വീട്ടാൻ പറ്റാതെ ഇങ്ങനെ എപ്പോഴും കടക്കാരനായിട്ട് ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ അവസ്ഥയുള്ള ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഒരു കടം അങ്ങോട്ട് തീരുമ്പോഴേക്കും അടുത്തൊരു കടം വരിക. അല്ലെങ്കിൽ നമ്മൾ കടം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടാതെ എന്തൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ടാവും. ഇതൊക്കെ തന്നെ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ സ്ഥിരമായിട്ട് മഹാലക്ഷ്മി കടാക്ഷം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള വഴിപാടുകൾ ചെയ്യാറുണ്ട്, പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട്, പൂജകൾ ചെയ്യാറുണ്ട്, വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നിട്ടും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി കാര്യങ്ങൾ വന്നു എന്ന് വരില്ല. ഇങ്ങനെ കാരണം പല തരത്തിലുള്ള പ്രശ്നങ്ങളെ കൊണ്ടാവും നമുക്കിങ്ങനെ വിചാരിച്ച പോലെ ചിലപ്പോൾ വരാതിരിക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ഈ ചെറിയൊരു കാര്യം നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യമാണ്. വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു വളരെ ചെറിയൊരു കാര്യമാണ്. ഇതും കൂടി ഒന്ന് ചെയ്തു നോക്കൂ. നമ്മൾ എന്തായാലും പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് മഹാലക്ഷ്മി കടാക്ഷം നമ്മുടെ കുടുംബത്തിനുണ്ടാവാൻ, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എപ്പോഴും നമുക്ക് ഉണ്ടാവാനായിട്ട് വളരെ നമുക്കൊക്കെ ചെയ്യാവുന്ന ഒരു വളരെ ചെറിയൊരു കാര്യമാണ്. ഒരു കല്ലുപ്പ് എല്ലാവർക്കും അറിയാലോ അല്ലേ? കല്ലുപ്പിൻ്റെ മഹാലക്ഷ്മി കടാക്ഷമുള്ള വളരെ വലിയൊരു വസ്തുവാണ് കല്ലുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കല്ലുപ്പ് ഒരു പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു നാണയം വയ്ക്കുക. നമ്മുടെ കയ്യിലുള്ള ഒരു നാണയം വയ്ക്കുക. എന്നിട്ട് ഈ ഒരു ബൗള് ഒരു താലത്തിൽ കുറച്ച് രാമച്ചം വെച്ചിട്ട് ആ രാമച്ചത്തിൻ്റെ മുകളിൽ ഈ കല്ലുപ്പ് നിറച്ച ഈ ഒരു പാത്രം വയ്ക്കുക. ഇത് നമ്മുടെ പൂജാമുറിയുടെ വടക്ക് ഭാഗത്തായിട്ട് വയ്ക്കുക. ഒരു 30 വെള്ളിയാഴ്ച വെച്ചാൽ നമുക്ക് അടുത്ത 30 വെള്ളിയാഴ്ച അത് മാറ്റി വേറെ ഇതുപോലെ മാറ്റി വയ്ക്കാം. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. ഒരു താലത്തിൽ കുറച്ച് രാമച്ചം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ബൗളിൽ ഈ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മണ്ണിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയോ ഒക്കെ പാത്രത്തിൽ വേണം ഇടാനായിട്ട്. അങ്ങനെയുള്ളൊരു പാത്രത്തിൽ ഉപ്പിടുക. അതിൻ്റെ മുകളിൽ നമ്മുടെ കയ്യിലുള്ള ഒരു നാണയം വയ്ക്കുക. ഇത് നമ്മുടെ പൂജാമുറിയുടെ വടക്ക് ഭാഗത്തായിട്ട് വയ്ക്കുക. ഈ പാത്രം നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് മാറ്റുക. ഇപ്പോൾ ഒരു 30 വെള്ളിയാഴ്ച നമ്മളിത് വെച്ചതാണെങ്കിൽ അടുത്ത മാസം അതേ ദിവസം വരുന്ന സമയത്ത് നമുക്കിത് മാറ്റാം. ഇത് മാറ്റിയിട്ട് ഇത് നമ്മൾ ചവിട്ടി നടക്കുന്ന സ്ഥലത്തോ വൃത്തികേട് ഇടുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ എച്ചിലിടുന്ന സ്ഥലത്തോ ഒന്നും ഇടരുത്. ആരും ചവിട്ട് അല്ലെങ്കിൽ നാശാക്കുകയൊന്നും ചെയ്യാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കളയുക. അതിനുശേഷം പുതിയത് ഇതുപോലെ വയ്ക്കുക. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കും. തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവും. അതോടൊപ്പം ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ജോലികളും കൂടി കൃത്യമായിട്ട് ചെയ്യണം. നമ്മൾ എന്ത് പ്രവൃത്തിയാണോ എടുക്കുന്നത് ആത്മാർത്ഥമായിട്ട് ആ ജോലി ചെയ്യുക. കള്ളത്തരങ്ങളോ മറ്റൊന്നും ചെയ്യാതെ തന്നെ ആ ജോലിയിൽ വളരെ കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മളത് ചെയ്യുക. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുകയും വേണം. ദൈവത്തിനോട് അതേപോലെ പ്രാർത്ഥിക്കുകയും വേണം. ഭഗവാനോടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ മുടങ്ങാതെ ഇരിക്കട്ടെ. ഓരോരുത്തർക്കും അവനവൻ്റെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ, നമുക്ക് സമാധാനം നിറഞ്ഞൊരു ജീവിതം വേണമെന്നാണ് ഓരോ ആളുകളും ആഗ്രഹിക്കുന്നതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഗ്രഹത്തിന് എല്ലാ വിധത്തിലും നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സമ്പത്ത് എന്ന് പറയുന്നത്, പണം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയധികം കഷ്ടപ്പെടുന്നതും ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗൃഹത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് അതിനുള്ള ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.